അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളൊക്കെയും ഉള്ള സദസ്സിൽ, ആ സദസ്സിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുണ്ടായിരുന്നു. ആ സദസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വാക്ക് പറയാണ്, മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലുൻ അബീ ബക്കർ. എനിക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുതലിനേക്കാൾ ഒരാളുടെ മുതലും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. വല്ലാത്തൊരു വാക്കാണ്. അതാണ് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ ദഅവത്തിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുതൽ എനിക്ക് ഉപകാരപ്പെട്ടത്ര എനിക്ക് മറ്റൊരാളുടെ മുതലും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ സ്വഹാബാക്കളോട് പറയാണ്. അത് സ്വഹാബാക്കൾക്കൊക്കെയും അതിൽ യാതൊരു സംശയമില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തത്ര, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സദഖ ചെയ്തത്ര മറ്റൊരാളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം എല്ലാം മുത്തുനബി സ്വന്തം മുതലുപോലെ കൈകാര്യം ചെയ്തിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുതൽ. അത്രമാത്രം ഇസ്ലാമിന് വേണ്ടി കൊടുത്ത ആളാണ്. ഇങ്ങനെയുള്ള ആ മദ്ഹിൻ്റെ വാക്കുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് കൂടെ പറയുമ്പോൾ ആ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുണ്ടായിരുന്നു. ഫബക അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കരഞ്ഞുപോയി. മുത്തുനബി ഇങ്ങനെ പറയുമ്പോൾ അവിടുത്തെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായി വെള്ളങ്ങൾ ഇങ്ങനെ വരികയാണ്. ഇത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്തിട്ടല്ലേ മുത്തുനബി പറഞ്ഞത്. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്? എന്തിനാണ് വേജാറ്? എന്തിനാണ് വിഷമം? എന്തിനാണ് കണ്ണീരൊലിപ്പിക്കുക? അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് ഹൽ അന വമാനി ഇല്ലാ ലക യാ റസൂലല്ലാഹ്. അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷമിക്കാനുള്ള കാരണം, വേജാറാകാനുള്ള കാരണം അവിടെ നിന്ന് പറഞ്ഞൊരു വാക്ക് വളരെ ഗൗരവമേറിയൊരു വാക്കാണ്. അതായത് മുത്തുനബി അവിടെ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുതലാണെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഞാനും എൻ്റെ മുതലും അത് അങ്ങേക്കുള്ളതാണല്ലോ. ഞാനൊരു വേറെ ആള് എന്ന രീതിയിൽ മുത്തുനബി സംസാരിച്ചതുപോലെ എനിക്ക് തോന്നിപ്പോയി നബിയെ. അങ്ങനെ സംസാരിച്ചത് എനിക്ക് വല്ലാത്ത വിഷമമായി. ഞാനൊരു ഇസ്ലാമിന് കൂടുതൽ ഇങ്ങോട്ട് സഹിച്ചിട്ടുണ്ടെങ്കിലും മുത്തുനബി പറഞ്ഞത് സ്വന്തം മുതൽ പോലെ അല്ലല്ലോ, അബൂബക്കർ സിദ്ദീഖ് അത് വേറെ ഒരാളുടെ മുതൽ. അപ്പൊ എൻ്റെ മുതലും ഞാനും അത് അങ്ങേക്കുള്ളതാണല്ലോ നബിയെ. എന്നെ ഒന്ന് വേറെ ആള് എന്ന രീതിയിൽ സൂചിപ്പിച്ചത് എനിക്ക് വല്ലാത്ത വിഷമമായി നബിയെ. എൻ്റെ മുതലിലും എൻ്റെ ശരീരത്തിലും എനിക്കൊരു അധികാരമില്ല നബിയെ. അതൊക്കെയും അങ്ങേക്കുള്ളതാണ്. അങ്ങയുടെ മുതൽ പോലെ അവിടുന്ന് എൻ്റെ മുതലുകളൊക്കെയും ഉപയോഗിക്കാം, അവിടുന്ന് ചെലവ് ചെയ്യാം, എന്തും കൽപ്പിക്കാം, എന്നും ചോദിക്കാൻ നബിയെ. ഞാനൊന്നും വേറെ ഒരാളല്ല നബിയെ, അങ്ങേക്കുള്ളതാണ് യാ റസൂലല്ലാഹ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ വാക്ക് നോക്കി. മുത്തുനബി ആ പറഞ്ഞതിൽ അവിടെയും മുത്തുനബിക്ക് എന്തോ ഞാനൊരു വേറെ ആളെ പോലെ തോന്നിയിട്ടുണ്ടോ എന്നുള്ള വേജാറും കൂടി അതിൽ ബഹുമാനപ്പെട്ടവർ കാണുകയാണ്. എന്തൊരു ഈമാനാണ്, എന്തൊരു ഇഖ്ലാസാണ്. അല്ലാഹുവിന് വേണ്ടി എല്ലാം മൊത്തം മുത്തുനബിക്ക് വേണ്ടി അവിടെ നിന്ന് ത്യജിക്കുകയാണ്, ത്യാഗം ചെയ്യുകയാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാന്. അത്രയൊന്നും നമുക്കില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും റബ്ബിന് വേണ്ടി, മുത്തുനബിന് വേണ്ടി നാം ത്യാഗം ചെയ്യുന്നവരാകണം, നാം ഉപയോഗിക്കുന്നവരാകണം. അങ്ങനൊരു സ്വഭാവം നമുക്കുണ്ടാകണം. ദീനിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മളുടെ
സമ്പത്തിൽ നിന്ന്, നമ്മുടെ മുതലിൽ നിന്ന് ഒരു ചെറിയൊരു അംശം അത് പാവപ്പെട്ടവർക്കുള്ളതാണ്, അത് ദീനിന് വേണ്ടിയാണ്, ഇസ്ലാമിൻ്റെ ദഅവത്തിന് വേണ്ടിയാണെന്ന് നാം സ്വയം കരുതുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തുള്ള ആ നല്ല ഈമാന് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.